ഹായ് മക്കളെ, നമ്മൾ നോക്കാൻ പോണത് സ്റ്റാൻഡേർഡ് 3ൻ്റെ എൻവിയോൺമെൻറ്റൽ സയൻസിൻ്റെ പാർട്ട് 2 ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് 7ാമത്തെ ചാപ്റ്ററാണ് ഓൺ കളർഫുൾ വിങ്സ്. അപ്പം നമുക്ക് വായിക്കാം. വൗ, ബട്ടർഫ്ലൈസ്! Appu ran to the garden, a pretty butterfly sucking honey from a flower. Seeing Appu tiptoeing behind it, his father said, "Dear Appu, don't catch it. Its wings will be hurt." "Papa, what is the name of the butterfly?" അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? നല്ലൊരു ബട്ടർഫ്ലൈനെ, നല്ലൊരു ചിത്രശലഭത്തിനെ കണ്ടപ്പോൾ അപ്പു അതിൻ്റെ അടുത്തേക്ക്, ഗാർഡൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് അതെന്ത് ചെയ്യണത്? നമ്മുടെ ഹണീനെ, നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഹണി സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇങ്ങനെ നോക്കി നിൽക്കണ കണ്ടപ്പോൾ പപ്പ വന്നിട്ട് പറഞ്ഞു, അതിൻ്റെ വിങ്സിലൊന്നും പോയി പിടിക്കാതെ, അത് ഹേർട്ടാവും അതിന് പറഞ്ഞു. അപ്പോൾ അപ്പു എന്ത് ചെയ്തു? അതിൻ്റെ പേര് ചോദിച്ചു. ദിസ് പ്രിറ്റി ബട്ടർഫ്ലൈ ഈസ് വിലാസിനി എന്നാണ് അതിൻ്റെ പേര്. Appu, did you see an yellow butterfly on the flower? It's a manya papati. Oh, nice name. There's many butterflies like them in our places, and they have wonderful names too. കുറേ ബട്ടർഫ്ലൈസ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അതിനെന്താണ് ഡിഫറെൻറ്റ് അടിപൊളി പേരുകളും ഉണ്ട്. How butterflies are these friends who rush the flower to suck honey? എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഈ നമ്മുടെ ബട്ടർഫ്ലൈസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഫ്ലവേഴ്സിലേക്ക് സക്ക് ചെയ്യാൻ പോകുന്നത്? ഹൗ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് അറൗണ്ട് അസ്. എത്ര ടൈപ്പ് ബട്ടർഫ്ലൈസ് നമ്മുടെ അടുത്തുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഗരുഡശലഭം ഇസ് എ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ സീൻ ഇൻ അവർ കൺട്രി. നമ്മുടെ കൺട്രിയിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് കാണുന്ന ബട്ടർഫ്ലൈനാണ് ഗരുഡശലഭം എന്ന് പറയുന്നത്. രത്ന നീലി ഈസ് ദ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ. രത്ന നീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ആണ്. ഷോയിങ് ദ ലോവർ സർഫേസ് ഓഫ് ദ ലീഫ്, അപ്പൂസ് ഫാദർ സെയ്ഡ്, "അപ്പു, ലുക്ക് അറ്റ് ദിസ്. ദീസ് ആർ ദ എഗ്സ് ഓഫ് ബട്ടർഫ്ലൈസ്." ഒരു ലീഫിൻ്റെ ലോവർ സൈഡ് എന്ന് വെച്ചാൽ അടിഭാഗം എടുത്ത് നോക്കിയപ്പോൾ അവിടെ എന്ത് കണ്ടു? ബട്ടർഫ്ലൈസിൻ്റെ എഗ്ഗിനെ കണ്ടു. "ഡു ബട്ടർഫ്ലൈസ് കം ഔട്ട് ഫ്രം ദെയർ എഗ്സ്?" അപ്പു റേസ് ദെയർ ഡൗട്ട്. അപ്പുവിന് വീണ്ടും ഒരു ഡൗട്ട് വന്നു. എന്താ, ഈ ബട്ടർഫ്ലൈസൊക്കെ ഈ ചെറിയ എഗ്ഗിൽ നിന്നാണോ വരണത് എന്നൊരു സംശയം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ചെറിയ എഗ്ഗിൽ നിന്നാണോ വരണത്, അതോ ഡയറക്റ്റ് ആയിട്ടാണോ ബട്ടർഫ്ലൈ വരണത്? നമുക്ക് നോക്കാം. Let us observe. Wrap with a mosquito net that part of the branch where the leaf with the butterfly egg is. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോസ്കിറ്റോ നെറ്റ് ഉണ്ടാവും ബ്രാഞ്ചസിൻ്റെ, ലീഫിൻ്റെ ബ്രാഞ്ചസിൻ്റെ അവിടെ ഒരു എന്ത് കാണാം? ഒരു മോസ്കിറ്റോ നെറ്റ് പോലെ നമുക്ക് കാണാം. അങ്ങനെ റാപ്പ് ചെയ്തിട്ടായിരിക്കും എന്ത് കാണുന്നത്? ബട്ടർഫ്ലൈസിൻ്റെ എഗ്സ് കാണുന്നത്. ഓക്കെ, ഒബ്സർവ് ഇറ്റ് കെയർഫുള്ളി എവറി ഡേ. റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് യു ഒബ്സർവ്ഡ് ഇൻ ദ എൻവിയോൺമെൻറ്റൽ ഡയറി. എൻവിയോൺമെൻറ്റൽ ഡയറിയിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ മോസ്കിറ്റോ നെറ്റൊക്കെ ഉള്ള ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ഡെയിലി പോയിട്ട് ശ്രദ്ധിച്ച് നോക്കണം. അപ്പം അതിൻ്റെ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. You can see the changes similar to those in the picture. The change of the egg hatching into the caterpillar and the caterpillar into pupa can be seen. How fascinating is the sight of beautiful butterfly flapping its wings out from the pupa. നമുക്ക് ഈ പിക്ചറിൽ കുറേ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. എന്താണ്, ഈ എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് കാറ്റർപില്ലറായി മാറുന്നു. കാറ്റർപില്ലർ എന്തായി മാറുന്നു? പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയാണ് എന്ത് ചെയ്തിട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. Aren't there beautiful gardens at your home and the school? Observe the varieties of butterfly that visit in the garden and their premises. Observe the butterfly and fill up the card given below. വെറൈറ്റീസ് ഓഫ് സ്മോൾ ബട്ടർഫ്ലൈ. എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടാവും എന്നറിയാതെ എത്ര കാലം ജീവിക്കും എന്നറിയണ്ടേ? 2 വീക്സ്, അതുപോലെ 3 വീക്സ്, അല്ലെങ്കിൽ ഏറ്റവും ലൈഫ് സ്പാൻ ഉള്ളത് ഏതിനാണെന്നറിയോ? സ്ട്രിപ്പ് ടൈഗർ ബട്ടർഫ്ലൈനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വീക്സ് ജീവിക്കും. പിന്നെ ദ ബട്ടർഫ്ലൈ എസോ നമ്മൾ ഒരു ഇതുപോലെ ഉണ്ടാക്കുക. ഏത് നെയിം ഓഫ് ദ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈയുടെ പേര്, ഏത് ബട്ടർഫ്ലൈനെ നിങ്ങൾ കണ്ട്, ഡേറ്റ്, മന്ത്, ഇയർ, അതിൻ്റെ ഏത് ഡേറ്റിലാണ് കണ്ട്, എവിടെ വെച്ചിട്ടാണ് കണ്ട്, ഫോറസ്റ്റിലാണോ, ഗാർഡനിലാണോ, ഫീൽഡിലാണോ, യാർഡിലാണോ, എവിടെ വെച്ചിട്ടാണ് കണ്ട്, എത്രത്തിനെ കണ്ടു, 1 അല്ലെങ്കിൽ പെയർ, ഗ്രൂപ്പ് ആയിട്ടാണ് കണ്ടു വെച്ചാൽ അങ്ങനെ എഴുതാം. പിന്നെ പ്ലാന്റ് ഓൺ വിച്ച് ദ ബട്ടർഫ്ലൈ വാസ് സീൻ, ഏത് പ്ലാന്റിലാണ് ആ ബട്ടർഫ്ലൈ കണ്ടതെന്ന്
നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ കുറേ എണ്ണം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് കളർ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ബട്ടർഫ്ലൈനെ ഉണ്ടാക്കുക എന്നൊക്കെ നോക്കാം. അത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. എങ്ങനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് എഗ്ഗ് കാറ്റർപില്ലറായിട്ട് ബട്ടർഫ്ലൈ ആയിട്ട് പ്യൂപ്പ ആവണോ, അതേപോലെ കാറ്റർപില്ലർ എഗ്ഗായി ബട്ടർഫ്ലൈ ആയി പിന്നെ പ്യൂപ്പ ആവണോ ചെയ്യണം, പ്യൂപ്പ എഗ്ഗ് ആവുകയാണോ ചെയ്യുന്നത്? അല്ല, എഗ്ഗ് കാറ്റർപില്ലറായിട്ട് കാറ്റർപില്ലർ പ്യൂപ്പയായി മാറിയിട്ട് പ്യൂപ്പയാണ് എന്ത് ചെയ്യുന്നത്, ബട്ടർഫ്ലൈ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വിച്ച് among the following will possibly happen in the butterfly become extinct? ബട്ടർഫ്ലൈ ഇല്ലാണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാരണം വേണം? Plant drop up, the growth of plants decreases, many plants will not come have new saplings, plant will not flowers. പ്ലാന്റ് ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റിന് കുറേ ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ഇത് എക്സ്റ്റെൻഡ് ആയിട്ട് അതിന് ഹണി കിട്ടാതെ എക്സ്റ്റെൻഡ് ആയിട്ടും. ബട്ടർഫ്ലൈസ് ആർ ഡിക്രീസിങ് ഇൻ നമ്പേഴ്സ് ടുഡേ, വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടായിരിക്കും ബട്ടർഫ്ലൈ ഇതാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഇല്ലാതിരിക്കുക, പ്ലാന്റ്സ് ഡ്രൈ അപ്പ് ആവുക, അങ്ങനെയൊക്കെ കുറേ റീസൺ കാരണമാണ് നമ്മുടെ ബട്ടർഫ്ലൈസൊക്കെ എക്സ്റ്റെൻഡ് ആയിട്ട് പോകാനുള്ള കാരണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.